അപ്പോൾ ഗൈസ് ഇന്ന് എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടുക്കാച്ച ബിൽഡിങ്ങുകളൊക്കെയാണ് ഗൈസ് ഉണ്ടാക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഇന്നൊരു സ്റ്റോറി വീഡിയോ അപ്ഡേറ്റിൻ്റെ വീഡിയോ ഒന്നും തന്നെ അല്ല. ഇന്ന് ഞാൻ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലാണെങ്കിൽ ഒരു പുതിയൊരു കിടുക്കാച്ച സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലാണ് ഞാൻ പുതിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി സീരീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ ആ ഒരു സ്റ്റോറി സീരീസുകളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാർ ഷോറൂം വെച്ചാണ്. ഓക്കെ, ഒരു കാർ ഷോറൂം വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി സീരീസ് വീഡിയോകളൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എന്തായാലും ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു നിലയുള്ള ഒരു അടിപൊളി ഒരു കാർ ഷോറൂമുകളൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പണിയാനായിട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് നമ്മുടെ കാർ ഷോറൂമുകളൊക്കെ പണിയാനായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം ഈ ഏരിയയിലായിട്ടാണ്. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പണിയണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മളെന്തായാലും കേസ് നമ്മുടെ കാർ ഷോറൂമുകളൊക്കെ നമ്മളെന്തായാലും പണിയാനായിട്ട് വേണം. എന്തായാലും വേറെ ലെവൽ സാധനം ആവുന്നതാണ് കേസ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ കാർ ഷോറൂമുകളൊക്കെ പണി നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കെന്തായാലും കാർ ഷോറൂം പണിയാണെങ്കിൽ നമുക്കെന്തായാലും വലിയൊരു ടൈല് പോലത്തെ ഒരു ബ്ലോക്കുകളൊക്കെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ P70 എന്തായാലും വിളിക്കുകയാണ്. ഓക്കെ, ഇതെന്തായാലും നമുക്കെന്തായാലും ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും നമ്മുടെ ഡ്രോൺ മോഡുകളൊക്കെ നൈസായിട്ട് ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, ഡ്രോൺ മോഡ് എന്തിനാണ് ഓൺ ആക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രോൺ മോഡ് ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും കുറച്ചെന്തായാലും വെറൈറ്റി ആയിട്ട് നമുക്കെന്തായാലും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും മോഡ് ഓൺ ചെയ്യാൻ എന്തായാലും മറന്നുപോയി. നമുക്കെന്തായാലും അതും കൂടെ സെറ്റാക്കാം. ഓക്കെ, മോഡ് ഓൺ. ഓക്കെ, നമ്മൾ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്തായാലും ഇങ്ങോട്ടെന്തായാലും മാറി നമ്മുടെ ഡ്രോൺ മോഡ് കൂടെ ഓൺ ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും നമ്മുടെ പണിയുള്ള ഷോറൂമിൻ്റെ നമ്മുടെ ഒരു ലാൻഡ് ഏരിയ ഇല്ല അത് നമുക്കെന്തായാലും ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റായിട്ടുണ്ട് ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കോപ്പി ചെയ്ത് ഒരു പീസ് കൂടെ ഞാൻ എന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഷോറൂമാണ്, അത്രയ്ക്ക് വലിയ ഷോറൂമൊന്നും തന്നെ അല്ല ഞാൻ പണിയാൻ പോണേ. ഒരു സിമ്പിൾ ഷേപ്പാണ്. ഓക്കെ ഓക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇച്ചിരി സീനാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ഇങ്ങോട്ടെന്തായാലും മാറ്റിയിട്ട് നമുക്ക് ഒരു ബ്ലോക്ക് എന്തായാലും ഇങ്ങനെ പൊക്കി വെക്കണം ഗൈസ്. ഓക്കെ, അതെന്താണ് പൊക്കി വയ്ക്കണതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു സർവീസ് സെൻറ്റർ പോലെയാണ് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ. ഓക്കെ, എന്ന് വെച്ചാൽ കാറൊക്കെ മോഡിഫൈ ചെയ്യണ ഒരു ഏരിയ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാൻഡ് ഏരിയകളൊക്കെ ഏതായാലും ഓക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. സോ ഇങ്ങനെയാണുള്ള ലാൻഡ് ഏരിയകളൊക്കെ ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും കുറച്ച് പ്രോപ്സുകളൊക്കെ എന്തായാലും വിളിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ മറ്റേ ക്യൂബുകളൊക്കെയാണ് വിളിക്കാനായിട്ട് എന്തായാലും പോണേന്ന് വെച്ചാൽ. ഓക്കെ, അതിനായിട്ട് ഞാൻ CU1 ഞാൻ എന്തായാലും അടിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ ഒരു ഗ്രേ കളറിലുള്ള ഷോറൂമാണ് പണിയാനായിട്ട് തീരുമാനിച്ചതെന്ന് വെച്ചാൽ. ഇനി നമുക്ക് എന്തായാലും മോഡ് ഓൺ ആക്കാം. ഓക്കെ, മോഡ് ഓൾറെഡി ഓണാണ്, നമുക്ക് ഡ്രോൺ മോഡ് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, നമ്മളങ്ങനെ ഡ്രോൺ മോഡുകളൊക്കെ നൈസായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ബ്ലോക്കിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് എന്തായാലും ഒന്ന് കൂട്ടിയെടുക്കാം ഗൈസ്. ഓക്കെ, നമുക്കിതിൻ്റെ വലിപ്പങ്ങളൊക്കെ എന്തായാലും ഒന്ന് കൂട്ടാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ സ്കെയിലൊന്നൊരു ബട്ടണുകളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ സംഭവത്തിലൊക്കെ. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ സ്കെയിലുകളൊക്കെ കൂട്ടാം. നമുക്ക് മാക്സിമം ഹൈറ്റാണ് നമുക്ക് എന്തായാലും കൂട്ടണമെന്ന് വെച്ചാൽ നമ്മളെ പില്ലറിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും വെക്കണേന്ന് പറയണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഹൈറ്റ് നമുക്ക് ഇനി കുറച്ചുകൂടെ എന്തായാലും വേണം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, ഹൈറ്റ് ഇനിയും കുറച്ചുകൂടെ വേണം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, പോട്ടെ നമുക്കെന്തായാലും കാറ് കുറേ രീതിക്ക് നല്ല രീതിക്ക് പാർക്ക് ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഷോറൂമിൽ എന്തായാലും 4 സൈഡിലുള്ള ഒരു അടിപൊളി പില്ലൊക്കെ വെച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തെ പില്ലേഴ്സും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പില്ലേഴ്സ് സെറ്റ് ചെയ്യാൻ മാത്രമല്ല ഞാനാണെങ്കിൽ ഇവിടെ ചുമ്മാ ജസ്റ്റ് എന്തായാലും ഒരു ഡിസൈൻ പോലെ നമ്മുടെ ഷോറൂമിൽ എന്തായാലും ഇങ്ങനെ എന്തായാലും ഒരു സാധനം ഇവിടെ കൊടുത്തായിട്ട് ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഉണ്ടോ, അയ്യോ ഗൈസ് അവിടെ പില്ലർ നീങ്ങി. അത് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ പിന്നെ കുറച്ച് ഡിസൈൻ പോലെ എന്തായാലും ഗൈസ് നമ്മുടെ പില്ലേഴ്സിൽ എന്തായാലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഡിസൈൻ പോലെയാണ് ഇതല്ല, വേറെ സംഭവമായിട്ടൊന്നും തന്നെ അല്ല ഗൈസ്. ഓക്കെ, ഇതിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ഭാഗം ഇങ്ങനെ വിട്ടാൽ മതി ഗൈസ്. ഓക്കെ, എന്തായാലും അത്രയുള്ള പരിപാടിയെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ബാക്കിയും കൂടെ എന്തായാലും പണിയാൻ കേസ്. ഓക്കെ, എന്തായാലും ഇപ്പം നല്ല രസമുള്ളൂ, ഇതും കൂടെ നീങ്ങിയാൽ. ഓക്കെ, എന്തായാലും അത് കുഴപ്പമില്ല, അങ്ങനത്തെ വയ്ക്കാം. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ കേസ് നമ്മുടെ റൂഫിങ്ങുകളൊക്കെയാണ്. ഓക്കെ, പക്ഷേ റൂഫിങ് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ വൃത്തികേടാവുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്സ്, നമുക്കില്ലേ ഈ നടുക്കിലത്തെ ഈ ഒരു ലൈൻ ഉണ്ടാ, ഇത് നമുക്കെന്തായാലും ഒന്ന് മാറ്റാം കേസ്. ഓക്കെ, നടുക്കിലത്തെ ലൈനുകളൊക്കെ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട്.
നടുക്കത്തെ മാറ്റിയല്ല വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ വൃത്തിയിടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓക്കെ. നമ്മുടെ ഈ സൈഡിലത്തെ നമ്മുടെ ഈ ഇതിൻ്റെ നീളം കുറഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ നീളം അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്തായാലും ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ. അതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്താ ചെറുതായ ഓക്കെ ഗൈസ്. അതെന്തോ സൈസ് എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടൊക്കെ. അതെന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ഒരെണ്ണം എന്തായാലും അങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിവിടെ കൊണ്ടുവന്ന് നൈസായിട്ട് വയ്ക്കാം. ഓക്കെ. ഓക്കെ. കറക്റ്റായിട്ട് അതൊന്ന് വെക്കണം ഗൈസ്. ഓക്കെ. അതിൻ്റെ സൈസ് എന്താ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് റൂഫാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ. റൂഫ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ. ഞാൻ പിന്നെ കൂടുതലങ്ങ് ഡിസൈൻ ചെയ്യണമെന്ന് തന്നെ ഇല്ല ഗൈസ്. എന്ന് വെച്ചാൽ ഈ പ്രോപ്സ് വെച്ച് ബിൽഡ് ഇച്ചിരി പണിയാണ്. ഓക്കെ. അതുകൊണ്ടാണ്. ഓക്കെ. പ്രോപ്സ് വെച്ച് ബിൽഡ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഗൈസ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അധികം അങ്ങ് ഡെക്കറേറ്റ് ചെയ്യണില്ല. ഓക്കെ. നമുക്കെന്തായാലും ഈ പില്ലർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ഗൈസ് നമ്മുടെ റൂഫും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കെ ഇട്ടുണ്ട് നമ്മുടെ ഷോറൂം. ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും റൂഫും കൂടെ ചെയ്യാൻ ഗൈസ്. ഓക്കെ. റൂഫിന് നമുക്ക് സ്പോൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ റൂഫ് പോലത്തെ ഇതിൻ്റെ പ്രോപ്സ് സ്പോണാക്കി ഇടും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അടുപ്പിച്ച് എന്തായാലും വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ അടിപൊളിയാവും. ഓക്കെ. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം എന്തായാലും എടുത്തെടുത്ത് എങ്ങനെയൊക്കെയോ പാടോട്ട് ഗൈസ് ഒരു ഷോറൂം കണക്കിടെ ഉണ്ടാക്കി എന്തായാലും വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ. ഞാൻ തട്ടിക്കൂട്ടി ഒരു ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടഫാണ് ഗൈസ്. ഓക്കെ. ഈ പ്രോപ്സ് വെച്ച് ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ കൈ ജസ്റ്റ് തട്ടി അതെല്ലാം കൂടെ നീങ്ങി അങ്ങ് പോകും. ഓക്കെ. ഇതിലാണ് പിന്നെ ഗ്ലാസ് കൂടെ ഇടണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്ലാസ് ഇടാൻ ഭയങ്കര പാടാണ്. ഞാൻ ജസ്റ്റ് ഒരിക്കൽ ഇട്ട് പോയി. പക്ഷെ അപ്പോൾ ഫുള്ളായിട്ട് ഈ ബിൽഡിങ് അലിമ്പായി പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് പൊളിച്ചിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയതായാലും വെച്ച് കേസ്. ഓക്കെ. കുറേ ഭാഗങ്ങളൊക്കെ ഗ്ലാസ് പൊട്ടിച്ചളഞ്ഞാൽ പൊട്ടി കേസ്. അങ്ങനെ എല്ലാം കൂടെ പണിഞ്ഞ് ഈ ഒരു രീതിയിലാക്കി കേസൊക്കെ. ഇങ്ങനെയൊക്കെ മതി എന്തായാലും. വലിയ കുഴപ്പമില്ല കേസൊക്കെ. അത്യാവശ്യം നൈസാണ്. എന്തായാലും ഇതിൽ കാറൊക്കെ ഒന്ന് കയറ്റി വെക്കും. ഓക്കെ. ഇൻറ്റീരിയർ പിന്നെ മൊത്തത്തിൽ കാറിടാൻ എൻ്റെ പ്ലാനൊക്കെ. പിന്നെ ഒരു സൈഡിൽ സർവീസ് സെൻറ്റർ അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അതൊക്കെ നമ്മുടെ ഒരു സ്റ്റോറി വീഡിയോയിൽ നമ്മളെന്തായാലും ചെയ്യുന്നതാണ്. ഓക്കെ. ഈ ഒരു വെറൈറ്റി ഉള്ള ഒരു കിടക്കാച്ച് കാർ ഷോറൂമിൻ്റെ ഒരു സ്റ്റോറി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോറൂം പണിഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ. നമ്മുടെ ഗെയിമിലുള്ള ഷോറൂമെല്ലാം യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ. എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ. എന്തായാലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. പക്ഷേ ഭയങ്കര ടഫാണ് കേസ്. ഓക്കെ. എന്തായാലും ഇങ്ങനെ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇടാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. ഞാൻ എന്തായാലും എക്സാമ്പിളായിട്ട് ജസ്റ്റ് എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും കുറച്ച് എന്തായാലും വണ്ടികൾ എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ല. 2-3 കാറുകൾ നമുക്ക് നൈസായിട്ട് സ്പോൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ലെജൻഡർ, പിന്നെ GTR, പിന്നെ ഒരു സൂപ്പർ, അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻഡർ, കുറച്ച് വണ്ടികളൊക്കെ എന്തായാലും ഞാൻ സ്പോൺ ആക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ കുറച്ച് വണ്ടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ രീതിക്ക് ലുക്കൊന്നും തന്നെ ഇല്ല. പക്ഷേ എന്നാലും കുറേ വണ്ടികളൊക്കെ സ്പോൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനായിട്ട് രസം ഉണ്ടാവും ഗൈസ്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ. ഭയങ്കര ടഫാണ് ഗൈസ് പണിയാനായിട്ടൊക്കെ. എന്തായാലും നൈസായിട്ടുള്ളൊരു ഷോറൂമാണ്. ഈ ഒരു സ്റ്റോറി വീഡിയോകളൊക്കെയാണ്. ഇനി ഷോറൂം വെച്ചിട്ടുള്ള വേറെ സ്റ്റോറി വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോഴൊക്കെ നമുക്ക് വേറെ കുറച്ച് നല്ല രീതിക്ക് തന്നെ പണിയാണ്. ഇപ്പം എന്നാലും ഇതൊക്കെ മതി കേസ്. ഓക്കെ. ഇത് അത്യാവശ്യം നല്ലൊരു ഷോറൂമാണ്. അത്യാവശ്യം വലുതായിട്ട് തന്നെ വണ്ടികളൊക്കെ ഇടാം. ഇവിടെ പിന്നെ നമുക്ക് ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഏരിയയാണ്. ഓക്കെ. അവിടെ ഒരു റാമ്പ് കൂടെ വയ്ക്കണം. ഓക്കെ. അതൊക്കെ വയ്ക്കാം. ഓക്കെ. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഷോറൂമിൻ്റെ പണിയൊക്കെ ഒരു ചെറിയൊരു ഷോറൂമാണ്. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഷോറൂമുകാരാണ്. ഓക്കെ. എന്തായാലും വലിയ കുഴപ്പമില്ല കേട്ടോ കാണാനായിട്ടൊക്കെ. അത്യാവശ്യം നൈസാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളും എന്തായാലും ഇതേപോലെയൊക്കെ ഷോറൂമൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ. എന്നാലും പാടാണ്. ഓക്കെ. പക്ഷേ എന്നാലും സിമ്പിളാണ് ഗൈസ്. ഓക്കെ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. എന്തായാലും ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ബിൽഡിംഗ് അതൊക്കെ പണിയണമെന്ന് വെച്ചാൽ. അവസാനമായിട്ട് നമ്മൾ ഒരു ബിൽഡ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഒരു 3-4 മാസത്തിന് മുമ്പാണ് നമ്മൾ അവസാനമായിട്ടൊരു ബിൽഡ് ഉണ്ടാക്കിയതല്ല നമ്മൾ മോഡിഫൈ ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ. നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെന്തായാലും ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ള് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിരുന്നു. ഓക്കെ. പക്ഷെ അത് ഗെയിം നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് അൺഇൻസ്റ്റാൾ ആയിപ്പോയി. ഓക്കെ. ആ സമയത്ത് അത് മൊത്തത്തിൽ പോയി കേസ്. ഓക്കെ. എന്തായാലും അത് കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു ഷോറൂം എന്തായാലും കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമില്ല. ഓക്കെ. എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എന്തായാലും കേസ് ഒരു പുതിയൊരു കിടക്കാച്ച വീഡിയോ ഞാൻ വരുന്നതാണ്. അപ്പം പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.